അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകം കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികത്തി വാഴുന്ന കേരളമായി നമ്മുടെ കൊച്ചു കേരളവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ടുനിൽക്കുന്ന ചില പണ്ഡിത വേഷധാരികളും തങ്ങന്മാരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസികളായ വഹാബികൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ചില പണ്ഡിത വേഷധാരികളെയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വഹാബികളുടെ ഗ്രന്ഥങ്ങളെയും നേതാക്കന്മാരെയും മഹത്വവൽക്കരിക്കാൻ ചില പണ്ഡിതന്മാർ വരികയാണ്. അവർ സമസ്തയുടെ നേതാക്കന്മാരായി ആണുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയക്കാർക്ക് വഴിപ്പെടുന്നവരാണെങ്കിൽ സമസ്തയുടെ ആവശ്യമില്ലെന്ന് പേരോട് ഉസ്താദ് അടുത്ത പ്രഭാഷണത്തിലൂടെ അറിയിച്ചു. സംഘടിത സക്കാത്ത് അനിസ്ലാമികമാണെന്നും അത്തരം കാര്യങ്ങൾക്ക് തങ്ങന്മാർ കൂട്ടുനിൽക്കരുതെന്നും പേരോട് ഉസ്താദ് ആവശ്യപ്പെട്ടു. തങ്ങന്മാർ തന്നെ ഇല്ല എന്നും തങ്ങൾ എന്നത് ഷിയായിസമാണെന്നും പറയുന്ന വഹാബി, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ പുത്തൻവാദികൾക്ക് തങ്ങന്മാർ സ്നേഹം തുടങ്ങിയിരിക്കുകയാണ്. അത് കപട സ്നേഹമാണ്. ആ കപട സ്നേഹത്തിൽ തങ്ങന്മാർ വഞ്ചിതരാകരുത്. തങ്ങന്മാർ മന്ത്രിച്ചൂതുന്നതും ചികിത്സിക്കുന്നതും ശിർക്കാണെന്നും തങ്ങന്മാർ മുശ്രിക്കുകളാണെന്നും പറഞ്ഞു നടക്കുന്ന വഹാബി, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് നിങ്ങൾ മുശ്രിക്കാണെന്ന് വിശ്വസിക്കുന്ന തങ്ങന്മാർ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് സ്വീകാര്യമാണോ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരോടും വഹാബികളോടും പേരോട് ഉസ്താദ് ചോദ്യമുന്നയിച്ചു. മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്നവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും മയ്യത്ത് നിസ്കരിക്കുന്നതും ഒഴിവാക്കണമെന്നും അതിൽ നിന്ന് തങ്ങന്മാർ വിട്ടുനിൽക്കണമെന്നും പേരോട് ഉസ്താദ് ഉണർത്തി. ദീൻ പറയാൻ, ദീൻ നടപ്പിൽ വരുത്താൻ ഒരാളെയും നാം ഭയപ്പെടേണ്ടതില്ലെന്നും ആദ്യം ചുണ്ണി എന്ന് പരിഹസിച്ചവർ ഇപ്പോൾ സുന്നി എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതായും പേരോട് ഉസ്താദ് വഹാബികളെയും ജമാഅത്തെ ഇസ്ലാമിയെയും പരിഹസിച്ചു. പുത്തൻവാദികൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ലെന്ന് പേരോടിന്റെ സ്വന്തം വകയല്ല എന്നും അത് ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണെന്നും പേരോട് ഉസ്താദ് അവകാശപ്പെട്ടു. പണ്ഡിതന്മാർ പുത്തൻവാദികൾക്ക് മയ്യത്ത് നിസ്കരിക്കുന്നത് ഹറാമാണെന്നും ഷാഫി മദ്ഹബ് പഠിപ്പിക്കുന്നതായും പേരോട് ഉസ്താദ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. EK വിഭാഗം സമസ്തയുടെ ഒരു പ്രസ്താവന, ഇനി മുജാഹിദ് വേദികളിൽ പങ്കെടുത്താൽ പുറത്തുനിന്ന് EK വിഭാഗം പോഷക സംഘടനാ നേതാക്കൾ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പരിപാടികളിൽ പങ്കെടുക്കുന്നതിനെതിരെ EK വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വിലക്ക് ലംഘിച്ച് മലപ്പുറത്ത് നടന്ന മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത റഷീദ് അലി തങ്ങളോടും മുനവ്വർ അലി തങ്ങളോടും സംഘടന വിശദീകരണം തേടി. കോഴിക്കോട് ചേർന്ന മുശാവറയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി വിദയി കക്ഷികളുടെ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന സംഘടനയുടെ മുൻനിലപാടിൽ മാറ്റമില്ലെന്നും സംഘടനയുടെയും പോഷക ഘടകങ്ങളുടെയും സ്ഥാനം വഹിക്കുന്നവർ അത്തരം പരിപാടികളിൽ പങ്കെടുത്താൽ തൽസ്ഥാനത്തു നിന്ന് അയോഗ്യരായിരിക്കുമെന്നും EK വിഭാഗം മുശാവറ യോഗത്തിനു ശേഷം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. തങ്ങൾ എന്നും സുന്നി ഐക്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണെന്നും ആ നിലപാട് തുടർന്നും പിന്തുടരുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി. പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. PKP അബ്ദുസ്സലാം മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനറൽ സെക്രട്ടറി പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ സ്വാഗതം പറഞ്ഞു. ഇത് റഷീദ് അലി തങ്ങളും മുനവ്വർ അലി തങ്ങളും മലപ്പുറത്ത് കൂരിയാട് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ EK വിഭാഗം സമസ്ത ഇറക്കിയ പത്രക്കുറിപ്പാണിത്. അതിനുശേഷം പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും മറ്റു തങ്ങന്മാരും വിദയി കക്ഷികളുടെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുകയും പുത്തൻവാദികളുടെ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന പ്രസക്തമായ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പേരോട് ഉസ്താദിന്റെ മനോഹരമായ ആർജവമുള്ള പണ്ഡിതന്റെ ധീരശബ്ദം കേൾക്കാൻ പോകാം വീഡിയോയിലേക്ക്. സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പണ്ഡിത സഭകൾ, അത് നമുക്ക് അൽഹംദുലില്ലാഹ് നമ്മുടെ പണ്ഡിത സഭ അത് ഒട്ടുമാവ് പോലെയുള്ളതോ
ബെഡ് ചെയ്തുണ്ടാക്കിയതോ അല്ല. അത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു അടക്കമുള്ള മഹാന്മാർ വിത്തിട്ട് പാകിയുണ്ടാക്കിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അത് വേറെ ഒന്നിന്റെ മേൽ അങ്ങനെയുണ്ടല്ലോ, ചില മരത്തിന്റെ മേലെയൊക്കെ ഒട്ടിപ്പിടിച്ചുണ്ടാകുന്ന ചില മരങ്ങൾ, അങ്ങനെയുള്ള സംഘടനയല്ല, ഒട്ടിച്ചുണ്ടാക്കിയതും അല്ല. നമ്മുടെ സംഘടന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർഖദഹു അടക്കമുള്ള വാങ്ങിൽ മുസ്ലിയാരടക്കമുള്ള മഹാന്മാർ സ്ഥാപിച്ചു കൊണ്ടുവന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. നമുക്ക് പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, ഒരു പാർട്ടിയോടും പ്രത്യേകം വിധേയത്വവും ഇല്ല. ശരി ആര് പറഞ്ഞാലും ശരിയാണ്, തെറ്റ് ആര് പറഞ്ഞാലും തെറ്റാണ്. പരിശുദ്ധ ഇസ്ലാമിന് അനുകൂലമായി ആര് നിന്നാലും നമുക്കതിൽ സന്തോഷമാണ്. ഇസ്ലാമിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അത് വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അത് പറയുന്നതിൽ ആരോടുമുള്ള ബന്ധം നമുക്ക് തടസ്സമാവുകയും ഇല്ല. തടസ്സമാകുന്ന കാലത്ത് ഇങ്ങനെ ഒരു പണ്ഡിത സഭയുടെ ആവശ്യവും ഇല്ല. സുഹൃത്തുക്കളെ, ആ മഹത്തായ പണ്ഡിത സഭയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് വേറെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരും സഭകളും ഉണ്ടാകാം. അത്തരം സഭകളിലുള്ളവരെയും നമ്മളെയും എല്ലാവരെയും പ്രതി ചേർത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ ആശയക്കാരാണ് നമ്മളെന്നും നമ്മൾ ബിദ്അത്തുകാരാണെന്നും ശരിയായ സുന്നത്ത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നും ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതി പ്രചരിപ്പിക്കുന്നുണ്ട്, പ്രസംഗിച്ചും പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പണ്ഡിതന്മാർ എല്ലാ വിഷയത്തിലും ഷർത്തും ഫർളും ഒക്കെ നോക്കി കാര്യം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നവരാണ്. മഹാനായ തങ്ങളവർകൾക്കും ശൈഖുനാ ഉസ്താദ് അവർകൾക്കുമൊക്കെ വഫാത്തായി പോയ അവേലത്ത് തങ്ങളടക്കം താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ അടക്കമുള്ള നമ്മുടെ പ്രാമാണിക പണ്ഡിതന്മാർ, അവർക്കെല്ലാം നമ്മൾ വലിയ ആദരവും ബഹുമാനവും വകവെച്ചു കൊടുത്തത് അവർ അള്ളാഹുവിന്റെ ദീൻ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായി അത് പഠിപ്പിക്കുകയും അതിൽ ഉറച്ചു നിന്ന് നമുക്ക് നേതൃത്വം നൽകുകയും ചെയ്തു എന്നതിന്റെ പേരിലാണ്. ആ വകയിൽ അവർക്കൊന്നും ഒരു കുറവും വന്നുപോയിട്ടില്ല. തങ്ങളവറുകൾ ഒരു പള്ളിയിൽ, ആ പള്ളിയിലെ ഉസ്താദായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങിയത്. ആ ഇറങ്ങിയ ഉടനെ അവിടെ നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് നീണ്ട പ്രസംഗം നടത്താൻ അള്ളാഹു എനിക്ക് അവസരം തന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അതിനൊരു കാരണമുണ്ടായിരുന്നു. തങ്ങളവറുകൾ അവിടുന്ന് ഇറങ്ങാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം തങ്ങളവറുകളോട് യോജിക്കാത്ത ഒരു കാര്യം ചെയ്യണം എന്ന് അവിടെ ഭരണം നടത്തുന്ന ചില ആളുകൾക്ക് താല്പര്യമുണ്ടായി. ആ താല്പര്യത്തിനനുസരിച്ച് നിന്നുകൊടുക്കാൻ സയ്യിദ് അവറുകൾ തയ്യാറായില്ല. അതിന്റെ പേരിൽ സയ്യിദ് അവറുകൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഞാൻ നേരത്തെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം പറഞ്ഞില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവറുകൾക്ക് ഇന്നും ആ പള്ളിയിൽ തന്നെ ആയിരുന്നുവെങ്കിൽ ബദറു സാദാത്ത് തങ്ങൾ ഇന്നുള്ള സ്ഥാനത്തല്ല ഉണ്ടാവുക എന്ന് ആരും പറയും. അതേസമയത്തോടെ സുന്നത്ത് ജമാഅത്തിന് വില കൽപ്പിച്ച്, ദീനിന്റെ ആശയത്തിന് വില കൽപ്പിച്ച് തങ്ങളവറുകൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. അങ്ങനെയാണ് വലിയ മഅദിൻ സംരംഭമുണ്ടായതും തങ്ങളവറുകൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഉന്നത നേതൃത്വത്തിലെത്തിയതും. ഇതുപോലെ ശൈഖുനാ ഉസ്താദ് അവറുകൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി ഒരു നിലക്കും അലയൻസ് നടത്തി ദീനിനെ ആർക്കും വെട്ടിനുറുക്കാൻ അനുവദിച്ചു കൊടുത്തുകൂടാ എന്നതിൽ ഉറച്ചു നിന്നപ്പോൾ ഉസ്താദ് അവറുകൾക്ക് കേരളത്തിലെ വേറെ പണ്ഡിതന്മാർക്ക് പലർക്കും ലഭിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം ആർക്കും ലഭിക്കാത്ത ഉന്നത പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഇങ്ങനെ തന്നെയല്ലേ ലോകത്തുള്ള ചരിത്രം? അതുകൊണ്ട് നാം എവിടെയും പതറേണ്ടതില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അത് കൃത്യമായി പറയണം. ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തായ ഒരു ആലിമ് പറഞ്ഞു, പേരോട് ഉസ്താദ് ഈ വിഷയത്തിൽ നല്ലൊരു പ്രസംഗം നടത്തണം. ഞാൻ പറഞ്ഞത് നടത്താം.
എന്നും പറഞ്ഞു. ഇറങ്ങി വരുമ്പോ വേറൊരു സുഹൃത്തായൊരു പണ്ഡിതനോട് പറഞ്ഞു, പേരോട് ഉസ്താദ് മാത്രം പ്രസംഗിച്ചാൽ പിന്നെ പറയും പേരോട് പറഞ്ഞു എല്ലാരും പറയണമെന്ന്. അയാൾ പറഞ്ഞത് ശരിയാണ്, എല്ലാരും പറയണം, എല്ലാ പ്രസംഗകരും പറയണം, എല്ലാ ആലിമീങ്ങളും പറയണം. ദീന് പറയുന്ന സ്ഥലത്ത് ഒരു മോനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, എല്ലാരും പറയണം. ജമാഅത്തെ ഇസ്ലാമി സുന്നികളൊക്കെ ബിദ്അത്തുകാരാണെന്ന് പറഞ്ഞ് അവർ സക്കാത്ത് പിരിക്കാൻ വേണ്ടി സഞ്ചിയും എടുത്തിറങ്ങാൻ പോവുകയാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി, ഫിഖ്ഹിന്റെ നിയമങ്ങൾ, നബിതങ്ങൾ പഠിപ്പിച്ച നിയമങ്ങൾ, സഹാബത്ത് പഠിപ്പിച്ച നിയമങ്ങൾ കാറ്റിൽ പറത്തി അവർക്ക് അവരുടെ പത്രം നടത്താൻ, അവരുടെ ഓഫീസിന്റെ ചെലവ് നടത്താൻ, അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവർക്കിഷ്ടപ്പെട്ടതുപോലെ സദാ പണം വാങ്ങി ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങാൻ, ഇതൊന്നും ഞാൻ വെറുതെ പറയല്ല. അങ്ങനെയാണ് പുത്തൻവാദികൾ സക്കാത്ത് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ കൈവശത്തിൽ അവരച്ചടിച്ച് പുറത്തിറക്കിയ അവരുടെ കണക്കിന്റെ പുസ്തകങ്ങളുണ്ട്. അതിൽ സക്കാത്തിന്റെ സംഖ്യ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിച്ച് പലിശ വാങ്ങിയതിന്റെ കണക്ക് നമ്മുടെ കൈവശത്തിലുണ്ട്. അതുപോലെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ സക്കാത്ത് ചെലവഴിച്ച കണക്ക് നമ്മളെ കൈവശത്തിലുണ്ട്. ഇത് ആരോപണമല്ല സുഹൃത്തുക്കളെ. അങ്ങനെ മുസ്ലിമീങ്ങളായ മുതലാളിമാരുടെ സക്കാത്ത് അവർക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അനധികൃതമായി കൈവശപ്പെടുത്തി ചെലവഴിക്കാനുള്ള പരിപാടിയുമായി ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി മുനാഫിഖുകൾ റിബൽ പള്ളി നിർമ്മിച്ചു. ആ റിബൽ പള്ളിയുടെ ഉദ്ഘാടനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കാൻ വന്നു. കാരണം നബിയൊന്നും അവിടെ കയറി കിട്ടിയാൽ അവരുടെ ആഗ്രഹം പൂവണിയും, അവർക്ക് അംഗീകാരം ലഭിക്കും. അതിനു വേണ്ടിയാണ് അവർ ചെയ്തത്. അവിടെയാണ് സൂറത്തു തൗബയിൽ വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വൈർസാദൻ ലിമൻ ഹാറബല്ലാഹു വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനോടും എതിർപ്പ് കാണിക്കുന്ന കക്ഷികൾ, ഓ നബിയെ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് പള്ളി എന്ന പേരിൽ ആ ബിൽഡിംഗ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ലാ തഖും ഫീഹി അബദാ, അവിടെ തങ്ങളെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാൽ അവിടെ ഉദ്ഘാടനത്തിന് പോകരുതെന്ന് മാത്രമല്ല, അവിടെ കേറി നിസ്കരിച്ചു പോകരുത് എന്ന് ഖുർആൻ നബി തങ്ങൾക്ക് വിവരം നൽകിയത് നമുക്കറിയാം. ആ മുനാഫിക്കുകളുടെ അതേ കുതന്ത്രം അവരുടെ പിൻഗാമികളായ പുത്തൻവാദികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആശയ പ്രചരണത്തിനും അവരുടെ സക്കാത്ത് പിരിവെടുത്ത് അവരെ സംഘടന വളർത്തുന്നതിനും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരമക്കളായ നബി കുടുംബത്തെ തന്നെ അതിനനുകൂലമാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ആ നബി കുടുംബത്തിൽപ്പെട്ട ആദരണീയരായ സയ്യിദന്മാർ അത്തരം വിഷയങ്ങൾ ഒരുപക്ഷെ ഗ്രഹിക്കാത്തവരോ ചിന്തിക്കാത്തവരോ ആയിരിക്കാം. നോക്കൂ, നബിതങ്ങൾക്ക് പെൺകുട്ടികൾ മാത്രമേ ജീവിച്ചിരിപ്പുണ്ടായിട്ടുള്ളൂ. ആൺമക്കളെല്ലാം മരിച്ചുപോയതിനാൽ, കുട്ടിക്കാലത്ത് മരിച്ചുപോയതിനാൽ നബിതങ്ങൾക്ക് പേരക്കുട്ടികളില്ല. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തില്ല, സയ്യിദന്മാരില്ല. നബിയുടെ കുടുംബത്തിൽപ്പെട്ട പേരക്കുട്ടികളെന്ന് പറയാൻ പാടില്ല, തങ്ങൾ എന്ന് വിളിക്കാൻ പാടില്ല. നീയത്താണ്, അതില്ലാതെയാക്കിയാലേ ഇസ്ലാം രക്ഷപ്പെടുകയുള്ളൂ. തങ്ങൾ എന്ന് പറയുന്നവരെ കൈപിടിച്ച് ചുംബിക്കുന്ന ഏർപ്പാടുണ്ട്. ആ കൈ ഛേദിച്ചു കളയേണ്ടതാണ്, വെട്ടിക്കളയേണ്ടതാണ് എന്ന് പ്രബോധനത്തിൽ എഴുതിയവരാണ് ജമാഅത്തെ ഇസ്ലാമി. അതേപോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ആ ബാഫഖി തങ്ങളോട് മക്കയിൽ നിന്ന് ഞാൻ നേരിട്ട് ചോദിച്ചു, ആരാ പറയുന്നത്? കെ എം മൗലവിയുടെ മകനാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ തങ്ങള്? അപ്പൊ ബാഫഖി തങ്ങൾ പറഞ്ഞു, അങ്ങനെ തങ്ങളൊന്നുമില്ല, ഞങ്ങളൊക്കെ ശിയാക്കളാണ്. കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾ തങ്ങൾ എന്ന് പേരിട്ട് ശാഫി മദ്ഹബായതാണ് എന്ന് ബാഫഖി തങ്ങൾ എന്നോട് നേരിൽ പറഞ്ഞു എന്ന് കെ എം മൗലവിയുടെ മകൻ ഖാത്തിബ് മൗലവി പറഞ്ഞത് മുജാഹിദിന്റെ ശബാബിലുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത്, തങ്ങന്മാരില്ലെന്നും തങ്ങന്മാരെ ബഹുമാനിക്കാൻ പാടില്ലെന്നും തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിക്കുകയല്ല, അത് വെട്ടിക്കളയുകയാണ് വേണ്ടതെന്നും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഇപ്പോൾ അവർക്ക് ഈ തങ്ങന്മാര് നൂലുമന്ത്രിക്കുന്നവരും അതുപോലെ തന്നെ ഊതിക്കൊടുക്കുന്നവരൊക്കെ ആയതുകൊണ്ട് അവരുടെ ഭാഷയിൽ അവരെല്ലാം ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണെങ്കിലും
പലപ്പോഴും അവർക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ വേണ്ടി അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ മുശ്രിക്കിനെ കിട്ടണം എന്ന വാശിയിലേക്ക് ഈ മുജാഹിദ് എത്തിയിട്ടുണ്ട്, ജമാഅത്ത് എത്തിയിട്ടുണ്ട്. അവരെ ഭാഷയിലാട്ടോ മുശ്രിക്കുന്നത്, എന്റെ ഭാഷയിലല്ല. അങ്ങനെ അവർക്ക് മതത്തിൽ വിശ്വാസമില്ലെന്നും പറയുന്നതല്ല അവരെ വിശ്വാസമെന്നും അവർക്ക് സാമ്പത്തിക കാര്യലബ്ധിയാണ് ഉദ്ദേശമെന്നും ചിന്തിക്കുന്ന ഏത് മനുഷ്യനും വ്യക്തമാകുന്ന വിധം അത്തബയ്യന റുശ്ദു മിനൽ ഗയ്യ് വളരെ കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആർക്കും ഇവിടെ അവ്യക്തതയൊന്നുമില്ല. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയും അതിന്റെ ആശയവും അതിന്റെ കർമ്മവും അതിന്റെ ഫിഖ്ഹും അതിന്റെ അഖീദയും അതിന്റെ തസവൂഫും ഒക്കെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചതുപോലെ കൃത്യമായി പഠിപ്പിക്കാൻ നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ ശക്തമായ ക്യാമ്പയിനുകളും പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ കൃത്യമായി അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി ഉണ്ടാകണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പണ്ഡിതനെ സമസ്തയിലേക്ക് വരുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി മുഫ്തിയായി നിശ്ചയിച്ചു. ആരാ നിശ്ചയിച്ചത്? പേരോട് അബ്ദുറഹ്മാനല്ല, സദഖത്തുള്ള മുസ്ലിയാർ നിശ്ചയിച്ചു, കണ്യത്ത് ഉസ്താദ് നിശ്ചയിച്ചു, അബ്ദുൽ ബാരി മുസ്ലിയാർ നിശ്ചയിച്ചു, ഇ.കെ. ഉസ്താദ് നിശ്ചയിച്ചു. അങ്ങനത്തെ ആലിമീകൾ കൂടി ഒരു പണ്ഡിതനെ നിശ്ചയിച്ചു ഫത്വ കൊടുക്കാൻ. ആരാണത്? പേരോട് അബ്ദുറഹ്മാനല്ല, പിന്നെയോ ബഹുമാനപ്പെട്ട കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ എന്ന പേര് അറിയപ്പെടുന്ന വലിയ ഫഖീഹായ പണ്ഡിതൻ ടി കുഞ്ഞായി മുസ്ലിയാർ കൊയപ്പ ഗ്രന്ഥം രചിച്ചു. അപ്പൊ ടി കുഞ്ഞായി മുസ്ലിയാർ സമസ്തയുടെ മുഫ്തിയായിരുന്നു. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ശൈഖുനാ സ്മരണിയുടെ 145 പേജാ വായിച്ചത്. ആ സമസ്തയുടെ മുഫ്തി അവരോട് ചോദ്യം വന്നു. പിന്നെയോ നമ്മുടെ നാദാപുരത്ത് കഴിഞ്ഞു പോയ ഒരു വലിയ ആലിമുണ്ട്. ആരാണത്? കലന്തം മുസ്ലിയാർ എന്ന് പറയും, ഖാലിദ് മുസ്ലിയാർ എന്ന ആലിമികൾ പറയും. ആ കലന്തം മുസ്ലിയാരോട് ചോദ്യം വന്നു. വലിയ ഫിഖ് അറിയുന്ന പണ്ഡിതനാ. മഹാനവറുകളോട് ചോദ്യം വന്നു. അങ്ങനത്തെ ആലിമീങ്ങളോട് ചോദ്യം വന്നപ്പോ അതേ സമയത്ത് തന്നെ പിന്നാരോട് ചോദിച്ചു എന്നറിയോ നിങ്ങൾ? പിന്നെ ആരോട് ചോദിച്ചു? സദഖത്തുള്ള മുസ്ലിയാരെ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടെന്ന്. ആരാ സദഖത്തുള്ള മുസ്ലിയാരെ ഉസ്താദ് എന്ന് പറഞ്ഞത്? ഇ.കെ. ഉസ്താദിന്റെ സദഖത്തുള്ള മുസ്ലിയാരുടെ ഒക്കെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ശൈഖാദം മസ്റത്ത് നവ്വറല്ലാഹു മർഖദ, ബേലൂർ ബഖിയാത്തുസ് സാലിഹാത്ത് അറബി കോളേജിന്റെ അന്നത്തെ പ്രിൻസിപ്പാളാണ് ശൈഖാദം മസ്റത്ത്. അതും സദഖത്തുള്ള മുസ്ലിയാരെ ഉസ്താദാണെന്നും തുല്യതയില്ലാത്ത പണ്ഡിതനാണെന്നുമൊക്കെ അതും നിങ്ങളെ ഈ ശൈഖുനാ സ്മരണികയിൽ കേരള സംസ്ഥാനത്തിന്റെ ശൈഖുനാ സ്മരണികയുടെ 127ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ആ ശൈഖാദം മസ്റത്ത് ബഹുമാനപ്പെട്ട സദഖത്തുൽ മുസ്ലിയാരെ ഗുരുവര്യർ, ഏറ്റവും വലിയ ഗുരുവര്യർ, ഏറ്റവും വലിയ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആലിമ്. ആ ആലിമിനെ സംബന്ധിച്ച് നിങ്ങളുടെ നജീബ് മൗലവി എഴുതിയതാണിത്. വാഴക്കാട് വിട്ട ശേഷം ശൈഖുനാ വെല്ലൂരിലെ പ്രസിദ്ധമായ ബാഖിയാത്തിലെത്തി. ആര്? സദഖത്തുൽ മുസ്ലിയാരെ കുറിച്ചാണ് എഴുതുന്നത്. 1929 അവിടെ ചെന്നത്. ബാഖിയാത്തിന്റെ സ്ഥാപകൻ ശംസുൽ ഉലമ ഷാഹ് അബ്ദുൽ വഹാബ് ഹദ്റത്ത് 1919 നിര്യാതരായത്. തുടർന്ന് പുത്രൻ സിയാഉദ്ദീൻ ഹദ്റത്താണ് ബാഖിയാത്തിലെ പ്രിൻസിപ്പൽ ചാർജിൽ. ബാനി ഹദ്റത്തിന്റെ ശിഷ്യത്വം, അവരോടൊപ്പം ബാഖിയാത്തിലെ സഹമുദരിസും ഹദ്റത്തിന്റെ ശേഷം ശംസുൽ ഉലമ പട്ടമണിഞ്ഞവരുമായ ഷാഹ് അബ്ദുൽ ജബ്ബാർ ഹദ്റത്ത്, തെന്നിന്ത്യൻ മുഫ്തി ശൈഖ് ആദം ഹദ്റത്ത്, സൂഫി വര്യൻ കൂടിയായിരുന്ന അബ്ദുറഹീം ഹദ്റത്ത് എന്നീ 3 പേരായിരുന്നു ബാഖിയാത്തിലെ അന്നത്തെ പ്രധാന മുദരിസുമാർ. സദഖത്തുള്ള മുസ്ലിയാര് വാഴക്കാട്ടുന്ന് പഠിച്ചിട്ട് ബാഖിയാത്തിലേക്ക് പോയത് ബാഖിയാത്തിലെ പ്രധാനപ്പെട്ട മുദരിസായ ശൈഖാദം മസ്റത്തിന്റെ ദർസിൽ കൂടാനാ. ആ ശൈഖാദം മസ്റത്തിനോട് ചോദ്യം വന്നു. സുന്നിയല്ലാത്തവരുടെ മയ്യിത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് ചോദ്യം വന്നു. ആ സമയത്ത് ശൈഖാദം മസ്റത്ത് കൊടുത്ത ഫത്വ, കൊയപ്പ കുഞ്ഞായി മുസ്ലിയാർ കൊടുത്ത ഫത്വ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ കൊടുത്ത ഫത്വ, കന്യത്ത് ഉസ്താദ് കൊടുത്ത ഫത്വ, കലന്തം മുസ്ലിയാർ കൊടുത്ത ഫത്വ, ദയൂബന്ദിലെ ആലിമീങ്ങൾ കൊടുത്ത ഫത്വ, ആ ഫത്വകൾ ഞങ്ങളെ കയ്യിലുണ്ട്. ആ ഫത്വയിൽ പറഞ്ഞതല്ലാതെ സാധുക്കളായ ഞങ്ങള് മയ്യിത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരൊറ്റ അക്ഷരം ഈ സമുദായത്തോട് പറഞ്ഞിട്ടില്ല, പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല. പേരോട് അബ്ദുറഹ്മാൻ ഒരു പുതിയ മസല പറഞ്ഞവരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ശൈഖാദം മസ്റത്തിന്റെ മുന്നിൽ സദഖത്തുള്ള മുസ്ലിയാരെ സാക്ഷിയാക്കിയിട്ട് നമുക്ക് മഹ്ശറയിൽ നിന്ന് പറയാം,
ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ശൈഖ് ആദം ഹസ്രത്തിന്റെ ഫത്വ എന്താ, അതുപോലെ കുഞ്ഞായി മുസ്ലിയാരെ ഫത്വ എന്താ? ഈ ഫത്വ ഇല്ലെന്ന് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ഞാനൊരു ആൺകുട്ടിയെ പോലെ നിങ്ങളോട് ചോദിച്ചില്ലേ, 1993 കാലത്ത് പേരോട് വെച്ച് ഈ മയ്യിത്ത് നിസ്കാര സമിതി അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡന പ്രസംഗം നടത്തിയപ്പോ നിങ്ങളെ പിടിച്ച സ്ഥലത്തൊന്നും കിട്ടാതെ നിങ്ങളിങ്ങനെ ഉരുണ്ടുരുണ്ട് കളിച്ചപ്പോ ഞാൻ അന്നൊരു ഇറക്കിയൊരു നോട്ടീസ് ഉണ്ടതാണിത്. ആ നോട്ടീസിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്ന് വരെ എനിക്ക് മറുപടി തന്നോ? നിങ്ങൾ എന്താ ചോദിച്ച മറുപടി കേട്ടോളൂ, ഞാനൊന്ന് വായിക്കാം. ഇതിൽ നിങ്ങൾക്ക് കാണാം, സുന്നി മർക്കസ് സമ്മേളനം 93 ജനുവരി 29, 30, 31 തീയതികളിൽ പരസ്യമുണ്ട്. 93 സമ്മേളനത്തിന്റെ പരസ്യം ആ നോട്ടീസിൽ തന്നെയുണ്ട്. അന്നിറക്കിയ നോട്ടീസിൽ എന്താ ചോദിച്ചത്? സംസ്ഥാനക്കാർ മറുപടി തരിക, അല്ലെങ്കിൽ വഞ്ചന നിർത്തുക. ഒന്ന്, നാദാപുരം ഭാഗത്തെ ചില സംസ്ഥാനക്കാർ ബാങ്ക് പലിശ ഹലാലാണെന്ന് പ്രസംഗിക്കുന്നു. ഇതിൽ കേരള സംസ്ഥാന ജമിയത്തുകളുടെ അഭിപ്രായം എന്ത് എന്നാ ചോദ്യം. ഒന്ന്, ഇതുവരെ നിങ്ങൾ മറുപടി പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങൾ എന്നോട് വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതാൻ വേണ്ടി വന്നു, പലിശ ഹലാലാണ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു കീഴൻ ഉസ്താദ് അത് ഹറാമാന്നാ പറയുന്നത്. ബാങ്കിൽ നിന്ന് പലിശ വാങ്ങിയാൽ 4 മദ്ഹബിനും എതിരാണെന്ന് സദഖത്തുൽ മുസ്ലിയാർ എഴുതിയ നുസ്റത്തുൽ അനാമിന്റെ കയ്യിലുണ്ട്. അത് കീഴൻ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത്, കീഴൻ ഉസ്താദ് സംസ്ഥാനയുടെ ആളാണെന്ന് നിങ്ങൾ പറഞ്ഞു നടക്കുന്ന കാലത്ത് ഉള്ള നുസ്റത്താണ്. 4 മദ്ഹബിനും എതിരാണ് ബാങ്കിൽ നിന്ന് പലിശ വാങ്ങലെന്ന് സദഖത്തുൽ എഴുതിയ നുസ്റത്തിന്റെ കയ്യിലുണ്ട്. നിങ്ങളപ്പ എന്താ പറഞ്ഞത്? നാട്ടിൽ 10,000 എടുക്കുന്നത് ഞങ്ങളോട് പറയണേ, ഞങ്ങൾക്ക് ആ ഫിഖ് തിരിയാൻ. സദഖത്തുൽ മുസ്ലിയാരെ കീഴൻ ഉസ്താദിനെ ഫിഖ് തിരിയുന്ന മൂപ്പന്മാര് ഈ കുട്ടികളെ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പോഴും ഇല്ലേ കേസറ്റ്? ഇപ്പോഴും ഇല്ലേ വീഡിയോ കേസറ്റ് അടക്കം ഞാൻ പിടിച്ചു വെച്ചത് ഞങ്ങളുടെ കയ്യിലില്ലേ? നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? ആരാ കീഴൻ ഉസ്താദിനെ തള്ളി പറഞ്ഞത്? ആരാ സദഖത്തുൽ മുസ്ലിയാരെ തള്ളി പറഞ്ഞത്? ഞങ്ങളാ. ഇരിക്കട്ടെ, അതുകൊണ്ടാണ് കീഴൻ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. സംസ്ഥാനന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഉറപ്പല്ലേ കീഴൻ ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം കീഴൻ ഉസ്താദ് ഒരിക്കലും പരിശീലനം അംഗീകരിക്കൂല. സദഖത്തുൽ മുസ്ലിയാർ അംഗീകരിച്ചിട്ടില്ല. അവർ ആലിമീങ്ങളാണ്. അതിന്റെ ശേഷം നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ പലതും പറഞ്ഞിട്ട്. രണ്ടാമത് ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? നോട്ടിന് സക്കാത്ത് വേണമോ വേണ്ടയോ? ഷാഫി ഫിഖ്ഹിൽ ഇതിന്റെ വിധി എന്താണ്? നിങ്ങൾ ഞാനുമായി പ്രസംഗിച്ച് മത്സരിക്കാൻ വന്നില്ലേ? അവസാനം പിന്നെ കിതാബില്ലായിട്ട് കല്ലല്ലേ നോക്കിയത്? നിങ്ങൾക്ക് കിതാബ് വെറുക്കാൻ കഴിയായിട്ട് കല്ലല്ലേ പൊക്കിയത്? കല്ല് പൊക്കേണ്ടത് വേറെ കക്ഷികളാ മക്കളെ. കിതാബ് ആലിമീങ്ങൾ പറയേണ്ടത്, കല്ലല്ല. നമ്മൾ റൗഡികളല്ല, ഞങ്ങൾ ഈ ആലിമീങ്ങളുടെ വേഷത്തിലാ പറയേണ്ടത്. കിതാബ് കൊണ്ടാ സംസാരിക്കേണ്ടത്. പിന്നെന്താ വിഷയോ? മൂന്നാമത് ഞാനെന്ന് ചോദിച്ച ചോദ്യമുണ്ട്, എഴുതിയെടുത്തോളൂ. എന്തായിരുന്നു ചോദ്യം? ഖാദിയാനിയുടെ മയ്യത്ത്, അങ്ങനെ വിഷയം ഉണ്ടായിരുന്നു. അതാ ചോദിച്ചത്. ഖാദിയാനിയുടെ മയ്യത്ത് മുസ്ലിം മൈതാനിയിൽ മറവ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ? എന്റെ ചോദ്യമായിരുന്നു. രണ്ടാമത് ഞാൻ പിന്നെയും ചോദിക്കുന്നത്, ഖാദിയാനി അല്ലാത്ത മുസ്ലിമിന്റെ മയ്യത്ത് അവകാശപ്പെട്ട സ്ഥലത്ത് മറവ് ചെയ്യാൻ അനുവദിക്കാതെ മറ്റൊരു മൈതാനിയിലേക്ക് മയ്യത്തിനെ തരംതാഴ്ത്തി തിരിച്ചേക്കാൻ പാടുണ്ടോ ഇല്ലേ? ചോദിച്ചതിന്റെ കാരണം നാദാവൃത്തർക്ക് അറിയില്ലേ? ഒരാൾ മരിച്ചു, അയാളെ മയ്യത്ത് നാദാവൃത്ത മൈതാനിയിൽ മറവ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റൂല എന്ന് പറഞ്ഞൊരു കൂട്ടര്. എവിടെ മറവ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു? മൊദാക്കര മൈതാനി കൊണ്ടുപോയി മറവ് ചെയ്തു. അപ്പൊ എന്റെ ചോദ്യോ, എന്തിനാ ആ മയ്യത്ത് തിരിച്ചയച്ചത്? ഖാദിയാനിയാണ് എന്നതുകൊണ്ടാണോ? എന്നാ മൊദാക്കര മൈതാനി ഖാദിയാനികളാണോ? അല്ല. പിന്നെ എന്തിനാ തിരിച്ചയച്ചത്? അല്ല, ഖാദിയാനി എന്നല്ല, മുസ്ലിമാണ് ഞങ്ങൾ പറയുന്നത്. മുസ്ലിം ആണെങ്കിൽ ആ മയ്യത്ത് നാദാവൃത്തം മൈതാനിൽ എന്തിനു തിരിച്ചയച്ചു? മുസ്ലിമിന്റെ മയ്യത്ത് ഒരു മൈതാനിൽ തിരിച്ചയക്കാൻ എന്താ വകുപ്പ്? പിന്നെ ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? സുന്നി അല്ലാത്തവരെ തുറന്ന് നിസ്കരിക്കുന്നത് ആലിമീങ്ങൾക്ക് ഹറാമാണെന്ന് ഷാഫി ഫിഖ്ഹിൽ ഉണ്ടോ ഇല്ലേ? ഒന്നുകിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു. ചോറുമല്ല കഞ്ഞിയല്ല ചൊറിഞ്ഞി എന്ന് പറയുന്നു. ഒന്നുകിൽ ചോറ് നിറണില്ല, കഞ്ഞി നിറഞ്ഞു. എന്റെ ചോദ്യോ, ഷാഫി ഫിഖ്ഹിൽ ഇങ്ങനെ ഉണ്ടോന്നാ? സുന്നി അല്ലാത്തവരെ തുറന്ന് നിസ്കരിക്കൽ ആലിമീങ്ങൾക്ക് ഹറാമാണ് എന്ന് ഷാഫി മദ്ഹബിലെ കിതാബിൽ ഉണ്ടോ ഇല്ലേ? ഒന്നുകിലുണ്ട് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നുണ്ട്, കളിച്ചു തരാൻ ഞാൻ റെഡി. ഇല്ലേ? അതുപോലെ എത്ര കിതാബിലുണ്ട്? ഇപ്പൊ പറയുന്നു ഞാൻ മുജാഹിദിനെ തുറന്ന് നിസ്കരിച്ചു. ഞാൻ എവിടെ മുജാഹിദിനെ തുറന്ന് നിസ്കരിച്ചു? ഞാൻ ഇവിടുത്തെ മുഖ്യക്കാരന്റെ ശബ്ദം കേട്ടു. മുമ്പിൽ വേറെ ആരെയാണോ നിങ്ങൾ നിർത്തിയെന്ന് ഞാനറിയില്ല. മുമ്പിൽ നിങ്ങൾ വേറെ ആരോ നിർത്തിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടുത്തെ മുഖ്യക്കാരന്റെ ശബ്ദമാകട്ടെ ബേക്കെന്നാ തുറന്നത്. മുജാഹിദാണോ? എനിക്കറിയില്ല. മുജാഹിദാണോ ആലിമിയക്ക് ഹറാം, തുറന്ന് നിസ്കരിക്കൽ ഹറാം? മുജാഹിദാണോ? എന്നാൽ അവരെ രോഗം കാണാൻ പോകൽ ആലിമിയക്ക് ഹറാം, തുറന്ന് നിസ്കരിക്കൽ മാത്രമല്ല ഹറാം, അവരെ രോഗം കാണാൻ പോകൽ ഹറാം. നോക്കിക്കോ, ഇമാം ഇബ്നു ഹജർ തങ്ങളുടെ അൽ മർദു വൽ ഇയാദ എന്ന കിതാബ് നോക്കിക്കോ, പേജ് നമ്പർ പറയാൻ മനസ്സില്ല, പരിശോധിച്ച് പഠിച്ചോ. അതുപോലെ എത്രയുണ്ട് മഹാന്മാര് പറഞ്ഞത് ആലിമിയക്ക് ഹറാം, സാധാരണക്കാർക്ക് കറാഹത്ത്, സാധാരണക്കാർക്ക് കറാഹത്ത്, ആലിമിയക്ക് ഹറാം. തുറന്ന് നിസ്കരിക്കുന്നതിന്റെ വിധിയും അത് തന്നെ. സാധാരണക്കാർക്ക് കറാഹത്ത്, പണ്ഡിതന്മാർക്ക് ഹറാം. പക്ഷേ എന്റെ ചെറുപ്പക്കാരെ ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും മുജാഹിദീങ്ങൾ പോയി തുറന്നിട്ട് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. മുജാഹിദീങ്ങൾ
നിങ്ങൾ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. അതെന്താ ഇപ്പൊ പറഞ്ഞു കറാത്ത, ഇപ്പൊ പറഞ്ഞത് ബാത്തിലാണ്. അങ്ങനെ തന്നെ ഉറപ്പിച്ച് തന്നെ പറഞ്ഞത്. കറാഹത്താണെന്ന് പറഞ്ഞത് സുന്നി അല്ല എന്നുള്ള എനിക്ക് കറാഹത്ത്. ഹറാമാന്ന് പറഞ്ഞത് ബാത്തിലാന്ന് പറഞ്ഞതോ ബാത്തിലാന്ന് തന്നെ. അവർക്ക് നീയത്തില്ലാത്തവരെ നിസ്കാരമാവൂല. അപ്പൊ അവരെ നിസ്കാരമല്ല. നമ്മൾ കൊളുത്തുന്ന എഞ്ചിൻ ഓടുന്നതായിരിക്കണ്ടേ, ഓടാത്ത എഞ്ചിന് ബോഗി കൊളുത്താൻ പറ്റുമോ? അപ്പൊ നീയത്തില്ലാത്തതുകൊണ്ട് അവരെ നിസ്കാരം തന്നെ സഹിയല്ല. അതുകൊണ്ട് അവർ തുറന്നു നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ സഹിയല്ല. അവ നീയത്തില്ലാന്ന് എവിടെ പറഞ്ഞു? അതൊക്കെ വേണമെങ്കിൽ എന്റെ അടുത്ത് വന്നോ, ഞാൻ ഓരോന്നും മുജാഹിദിന്റെ ബുക്ക് എടുത്ത് കാണിച്ചു തന്നേക്കാം. അപ്പൊ സഹോദരന്മാരെ പറഞ്ഞു വന്നത് പിന്നെ ഞാൻ ചോദിച്ച അന്നത്തെ ഒരു ചോദ്യം എന്താ ചോദ്യം? സുന്നി അല്ലാത്തവന്റെ രോഗം കാണാൻ പോകുന്നതിന്റെ ശാഫി ഫിഖ്ഹിലെ വിധി എന്ത്? മറുപടി വന്നോ നിങ്ങൾ ഇതുവരെ? പിന്നെ എന്റെ ചോദ്യം, സുന്നി അല്ലാത്തവന് വേണ്ടി പണ്ഡിതന്മാർ മഴ നേടി കൊടുക്കുന്നതിന്റെ ഫിഖ്ഹിലെ വിധി എന്ത്? സുന്നി അല്ലാത്ത ഒരാൾ ഞാൻ മഴ കിട്ടുന്നതിനെ പോയില്ല, ഒന്നും ദ്വാരം നോക്കാൻ പറ്റുമോ? പറ്റൂല എന്നാ ഫിഖ്ഹിലെ കിതാബിനോട് എടുത്തു നോക്ക്. ഹാഷിയത്തുൻ നിഹായ. സുന്നി അല്ലാത്തവൻ വന്നിട്ട് ഒരു മയക്ക് വേണ്ടി ദ്വാരം കൊടുക്കാൻ പറ്റൂല എന്നാ. നേരെ മറ്റേ അമുസ്ലിമീങ്ങൾ പറഞ്ഞാലോ? ഒരു ദിമ്മിയായ അമുസ്ലിമി, നമ്മളുമായി കരാറിൽ ഏർപ്പെട്ട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾ വന്ന് പറഞ്ഞ് മുസ്ലിയാരോപ്പളെ ഒന്ന് മന്ദിരം ഞങ്ങൾക്ക് ദ്വാരം നേരണോ, ഞങ്ങൾക്ക് വെള്ളമില്ല, ഞാൻ അമുസ്ലിമിന് ദ്വാരം കൊടുക്കണോന്നാ. അമുസ്ലിമിന് പ്രാർത്ഥിച്ചു കൊടുക്കണം, സുന്നി അല്ലാത്തതിന് പ്രാർത്ഥിച്ചു കൊടുക്കരുത്. നോക്കിക്കോ ഫിഖ്ഹിന്റെ കിതാബ് ഹാഷിയത്തുൻ നിഹായ. ഞാൻ വെറുതെ അല്ല പറയുന്നത്, കിതാബ് ഓതി പഠിച്ചിട്ടാ പറയുന്നത്. എനിക്ക് കേട്ടോളൂ. സുന്നിയല്ലാത്തവര് മരിച്ചാൽ അവരുടെ പേരിൽ ജുമഅക്ക് ശേഷവും മറ്റും പണ്ഡിതന്മാർ ഇമാമായി ഗായിബായ മറഞ്ഞ മയ്യിത്ത് നിസ്കരിക്കുന്നത് ജായിസ് അല്ല. ഇത് പണ്ഡിതന്മാർക്ക് ഹറാമും സാധാരണക്കാർക്ക് കറാഹത്തുമായിരിക്കും. ബഹു കെ സദഖത്തുൽ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ സമസ്തയുടെ നേതാവായിരുന്ന കാലത്ത് സമസ്ത പ്രസിഡന്റുമാരിൽ ഒരാളും സമസ്തയുടെ മുഫ്തിയുമായ ടി കുഞ്ഞായി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ സദഖത്തുള്ളയുടെ ഉസ്താദും ഖുതുബി നവ്വറല്ലാഹു മർഖദ സദഖത്തുള്ളയുടെ ഉസ്താദും ഖുതുബി നവ്വറല്ലാഹു മർഖദഹു തങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന സമസ്തയുടെ 17ാം വാർഷികത്തിലെ അധ്യക്ഷനും തെന്നിന്ത്യൻ മുഫ്തിയും വേലൂർ ബാഖിയാത്തിലെ മുൻ പ്രിൻസിപ്പാളുമായ ശൈഖ് ആദം ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദ, ശൈഖ് ആദം ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദ, നാദാപുരം കലന്തം മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ തുടങ്ങി ശാഫി ഫിഖ് അനുസരിച്ച് ഫത്വ കൊടുക്കാൻ അറിയാവുന്ന മുൻകാല പണ്ഡിതന്മാർ 1960 കൊടുത്ത ഫത്വയിൽ പ്രസ്താവിച്ചതാണ് മയ്യിത്ത് നിസ്കാരത്തെ സംബന്ധിച്ച് മേൽ എഴുതിയ വിധി. ഈ ഫത്വകൾ ശാഫിഈ ഫിഖ്ഹിലെ പ്രാമാണിക ഗ്രന്ഥങ്ങൾക്കെതിരല്ലെന്നും മറിച്ച് അനുകൂലമാണെന്നും അവർക്ക് വേണ്ടി, ആർക്ക് വേണ്ടി? സദഖത്തുള്ള മുസ്ലിയാരെ ഉസ്താദിന് വേണ്ടി, സമസ്തയുടെ മുൻകാല നേതാക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കാരം സംബന്ധിച്ച് എഴുതിയ മേലെഴുതിയ 1960 കൊടുത്ത ഫത്വയിൽ പ്രസ്താവിച്ചതാണ് മയ്യിത്ത് നിസ്കാരം സംബന്ധിച്ച് മേലെഴുതിയ വിധി. ഈ ഫത്വകൾ ശാഫിഈ ഫിഖ്ഹിലെ പ്രാമാണിക ഗ്രന്ഥങ്ങൾക്കെതിരല്ലെന്നും മറിച്ച് അനുകൂലമാണെന്നും അവർക്ക് വേണ്ടി അവരുടെ പിൻഗാമികളായ ഞങ്ങൾ ആരുടെ മുമ്പിലും തെളിയിക്കുന്നതാണ്. ഇത് ശരിയല്ലെന്ന് വല്ലവർക്കും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇതിനാൽ അറിയിക്കുന്നു. 93 ഞാൻ ഇറക്കിയ നോട്ടീസാണ്. നിബന്ധനകൾ 1, മേൽ പ്രസ്താവിച്ച പണ്ഡിതന്മാർക്ക് ഈ ഫത്വ ഉണ്ടെന്ന് സമ്മതിക്കുന്നുവെങ്കിൽ ആ ഫത്വകൾ തെറ്റാണെന്ന് പ്രഖ്യാപിക്കുക. സംസ്ഥാനക്കാരെ വെറുതെ വിടൂല. ഈ ഫത്വ ഉണ്ട് എന്ന് അങ്ങനെ പറയുന്നത് എന്നാ ആ ഫത്വ തെറ്റാണ് എന്ന് പറയണം. നിങ്ങളെ ഉസ്താദുമാർ കൊടുത്ത ഫത്വ തെറ്റാണ് എന്ന് പറയണം. 2, ഫത്വ തന്നെ ഇല്ലെന്നാണ് അഭിപ്രായമെങ്കിൽ, ഫത്വ തന്നെ ഇല്ല ഞങ്ങൾ പറയുന്നത്, ഫത്വ തന്നെ ഇല്ലെന്നാണ് അഭിപ്രായമെങ്കിൽ ഉണ്ടെന്ന് തെളിയിച്ചാൽ അഭിപ്രായം മാറ്റുമെന്ന് ഉറപ്പു തരിക. ഫത്വ ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം, നിങ്ങൾ അഭിപ്രായം മാറ്റുമെന്ന് നിങ്ങൾ ഉറപ്പ് തരണം. ഫത്വ ഇല്ലാന്നാ പറയുന്നെങ്കിൽ. 3, മേൽ പറഞ്ഞ വിധം സുന്നിയല്ലാത്തവർക്ക് മറഞ്ഞ മയ്യിത്ത് നിസ്കരിക്കുന്നത് വുജൂബ്, സുന്നത്ത്, മുബാഹ്, കറാഹത്ത്, ഹറാം എന്നീ 5 വിധികളിൽ ഏതിൽ പെടുന്നുവെന്ന് വ്യക്തമായി എഴുതി തരിക. നിങ്ങൾ ഇത് ഹറാമില്ല കറാഹത്തിലാണോ പോരാ, പിന്നെ എന്താ ആവുക എന്ന് പറയണോ? വാജിബാണോ, സുന്നത്താണോ, കറാഹത്താണോ, ഹറാമാണോ, മുബാഹാണോ എഴുതി തരണം. നിങ്ങൾ എന്താണ് നിങ്ങൾ വിധി പറയണതിനെ സംബന്ധിച്ച് പോരാ. 4 ചർച്ചയ്ക്ക് വരുന്നവർ അറബി വായിക്കാൻ അറിയുന്നവരാവുക. അങ്ങനെ ഞാൻ എഴുതാൻ കാരണം എന്റെ ചർച്ചയ്ക്ക് വന്ന് ഇബാർത്തൊട്ടും എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ചർച്ചയ്ക്ക് വരുന്നു, അതുകൊണ്ട് ഇതാബിന്റെ ഇബാർത്ത് വായിക്കാൻ അറിയുന്നവർ വരണോ. 5 പണ്ഡിതന്മാരെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുമ്പോൾ പുത്തൻ പ്രസ്ഥാനക്കാര് ചെയ്യാറുള്ളത്
പോലെ ഒരു ഭാഗം കട്ടും മൂടിവെച്ചും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പുസ്തകം ഇറക്കിയവരാണെന്ന് തെളിഞ്ഞ വഞ്ചകരാകാതിരിക്കുക. പിന്നെ അതിനുശേഷം പണ്ഡിത സംസ്കാരം വെച്ച് പുലർത്തുന്നവരാവുക. അത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ കണ്ടില്ല, ഇപ്പോ നേരത്തെ ഒരാൾ എഴുതി ഞാൻ പറഞ്ഞില്ലേ, എന്ത് ഹിന്ദുക്കളായ ടീച്ചർമാരിൽ റൂമിലിട്ട് പൂട്ടി. ആ ജാതി മനുഷ്യന്മാരോട് ചർച്ചയ്ക്ക് വെച്ച് കാര്യമുണ്ടോ? അവ പണ്ഡിത സംസ്കാരം വെച്ച് പുലർത്തുന്നവരാവുക. ഇനി വേറൊന്നും കൂടി ഞാൻ എഴുതി, കൂടി വായിച്ചേക്കാം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ, ഇമാം നവവിയുടെ അദ്കാർ, റിയാദുസ് സാലിഹീൻ, ശറഹ് മുസ്ലിം, ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു മുർശിദ്, സവായിഖുൽ മുഹ്രിഖ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇർശാദ്, ഇമാം അസ്കലാനിയുടെ ഫത്ഹുൽ ബാരി, സുബ്കി ഇമാമിന്റെ തബഖാത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ആ മഹാന്മാർ ഫിഖ്ഹി നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നത് വ്യക്തമായി എഴുതി തരിക. ഒരു കാര്യം ഫിഖ് ആകണമെങ്കിൽ ഫിഖിന്റെ ഗ്രന്ഥത്തിൽ തന്നെ എഴുതി കാണുമെന്നുണ്ടോ ഇല്ലേ എന്നത് വ്യക്തമാക്കുക. ഈ നിബന്ധന പാലിച്ചു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് എപ്പോഴും ഞാൻ തയ്യാറാണ് എന്ന് പേരോടത്ര മുസ്ലിയാർ ഒപ്പ്. അന്ന് ഞാൻ നാദാപുരത്തും പരിസരത്തും ഇറക്കിയ നോട്ടീസാണ്. ഇന്ന് വരെ ഇതിലെ ഒരൊറ്റ വിഷയം അപ്പുറത്തുള്ള കക്ഷികൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങളെ കൊണ്ട് സാധ്യവും അല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വെറുതെ ആളുകളെ കറക്കണ്ട. നിങ്ങൾ കുറെ പുതിയ മസാലക്കാരാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.